വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗവർണർ ജനറൽമാരെ ആയിരുന്നു. അപ്പൊ ഗവർണർ ജനറൽമാരിൽ കുറച്ചു പേരുടെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഗവർണർ ജനറൽമാരും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ വൈസ്രോയിമാരാണ്. അപ്പൊ ഇന്ന് വൈസ്രോയിമാർ വരെ ഉള്ളത് നമുക്ക് പഠിച്ചു തീർക്കാം. അടുത്ത ദിവസം നമുക്ക് വൈസ്രോയിമാരുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അവസാനം നമ്മൾ പഠിച്ചത് ഹേസ്റ്റിംഗ് പ്രഭുവിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വില്യം ബെന്റിക് പ്രഭുവിനെയാണ്. അപ്പൊ വില്യം ബെന്റിക് പ്രഭുവിന്റെ പ്രത്യേകത, അദ്ദേഹം 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് വില്യം ബെന്റിക് പ്രഭു. അതായത് 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ പറയേണ്ടത്? നമ്മള് വില്യം ബെന്റിക് പ്രഭുവിനെയാണ് പറയേണ്ടത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹത്തെ നമ്മൾ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. എന്താ വിളിക്കണേ? ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. ഇന്ത്യയില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയില് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ തന്നെ നാഴികക്കല്ല് എന്ന് വിളിക്കുന്ന മെക്കാളെ മിനിറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? മെക്കാളെ മിനിറ്റ്സിനെയാണ്. ആ മെക്കാളെ മിനിറ്റ്സ് 1835 തയ്യാറാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെന്റിക് പ്രഭു ആയിരുന്നു. അപ്പൊ മെക്കാളെ മിനിറ്റ്സ് എന്താണെന്നാ നമ്മൾ പറഞ്ഞേ? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്നാണ് നമ്മൾ വിളിക്കണേന്ന് പറഞ്ഞു. ആ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയപ്പോ ആരായിരുന്നു ഗവർണർ ജനറൽ? വില്യം ബെന്റിക് പ്രഭു ആയിരുന്നു. കോടതികളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും പേർഷ്യനു പകരം ഇംഗ്ലീഷ് കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. മനസ്സിലായോ? അതായത് ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നത്, പേർഷ്യൻ ഭാഷയൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ കോടതികളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പേർഷ്യന് പകരം എന്തു കൊണ്ടുവന്നു? ഇംഗ്ലീഷ് കൊണ്ടുവന്നത് ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയണത് എന്താ വെച്ചാൽ സതി നിർത്തലാക്കി. ഇതുകൊണ്ടൊക്കെയാണ് ഉദാരമനസ്കൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അതായത് സതി 1829 സതി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് ആര്? വില്യം ബെന്റിക് പ്രഭു. അതുപോലെ തന്നെ പെൺ ശിശു ഹത്യ നിരോധിച്ച ഗവർണർ ജനറലും വില്യം ബെന്റിക് ആണ്. അപ്പൊ എന്താ പറഞ്ഞേ? സതി നിർത്തലാക്കി, പെൺ ശിശു ഹത്യ നിരോധിച്ചു. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നു. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അല്ലെ? ഇനി അടുത്തത് 1835 കൽക്കത്തയില് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് വരികയാണ്. എവിടെയാണ്? കൽക്കട്ടയിലാണ്. 1835 ആ സമയത്ത് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായപ്പോ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലോ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത ഗവർണർ ജനറൽ ആര്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോ കമ്മീഷൻ, നിയമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തെന്നെയാ പറയണ്ടേ? വില്യം ബെന്റിക് തന്നെയാ പറയേണ്ടത്. ഇനി അടുത്ത വില്യം ബെന്റിക്കിന്റെ അപ്പോ കുറച്ച് കാര്യങ്ങൾ നമ്മള് ഇനി അടുത്ത പ്രഭുവിനെ കുറിച്ചാ പറയണേ. അതിനു മുമ്പ് വില്യം ബെന്റിക്കിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ ആളാണ് അല്ലെ. ഇദ്ദേഹത്തെ നമ്മൾ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് വിളിക്കുന്നു. ആധുനിക ഇന്ത്യൻ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു അല്ലെ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. കോടതികളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പേർഷ്യന് പകരം ഇംഗ്ലീഷ് കൊണ്ടുവന്ന ആളാണ്. മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയ സമയത്ത് ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്. സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആണ്. പെൺ ശിശു ഹത്യ അല്ലെ നിരോധിച്ച ഗവർണർ ജനറൽ ആണ് അല്ലെ. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് വിളിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് കുറച്ചു നാൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഗവർണർ ജനറലാണ്, ഒരു വർഷത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ചാൾസ് മെറ്റ്കാഫ് എന്നായിരുന്നു. ഈ ചാൾസ് മെറ്റ്കാഫിന്റെ പ്രത്യേകത, ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ് ആണ്. എന്താ വിളിക്കണേ? ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നാ വിളിക്കണേ. കാരണം എന്തുകൊണ്ടാണ്? പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. ക്ലിയർ ആയോ? പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കി എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കണേ? ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് വിളിക്കണേ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം.
ഇത്രയേ ഉള്ളൂ ചാൾസ് മെറ്റ്കാഫ് കേട്ടോ. അടുത്തതും വളരെ കുറച്ച് നാളുണ്ടായിരുന്ന ഒരാളാണ് ഓക്ലൻഡ് എന്നാണ് ആ പ്രഭുവിന്റെ പേര്, ഓക്ലൻഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം, അതായത് ഓക്ലാൻഡ്സ് ഫോളി, ഇത് കേട്ടിട്ടുണ്ടോ? അതെന്താ സംഭവം? ഓക്ലാൻഡ്സ് ഫോളി എന്നറിയപ്പെടുന്ന ഒരു വാർ ഉണ്ട്. ഏത് വാറാണ്? ഫസ്റ്റ് അഫ്ഗാൻ വാറിനെയാണ്. ഫസ്റ്റ് അഫ്ഗാൻ വാറിനെ വിളിക്കുന്നത് ഓക്ലാൻഡ്സ് ഫോളി എന്നാണ്. ഓക്ലാൻഡ്സ് ഫോളി അഥവാ ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്നറിയപ്പെടുന്നത് ഒന്നാം അഫ്ഗാൻ യുദ്ധമാണ്. ഒന്നാം അഫ്ഗാൻ യുദ്ധ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്ലാൻഡ് പ്രഭുവാണ്. ആരാണ്? ഓക്ലാൻഡ് പ്രഭുവാണ്. അടുത്തത് എല്ലൻ ബറോ പ്രഭു. പരീക്ഷയ്ക്ക് എല്ലൻ പ്രഭുവിനെ ബറോ പ്രഭുവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹവും 1-2 വർഷമൊക്കെ തന്നെ 42 മുതൽ 1842 മുതൽ 44 വരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് ഇദ്ദേഹം ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കി എന്നുള്ളതാണ്. ഇന്ത്യയിലെ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലൻ ബറോ പ്രഭുവിന്റെ പേര് പറയണം. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയത് എല്ലൻ ബറോ പ്രഭു ആണ്. അടിമത്ത നിയമം ഇന്ത്യയിൽ പാസാക്കിയത് 1843-ലാണ്. ഇന്ത്യയിൽ 1843 അടിമത്ത നിയമം പാസ്സാക്കുന്നു. അടിമത്തം ഇന്ത്യയിൽ നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലൻ ബറോ പ്രഭു ആണ് കേട്ടോ. ഇനി അടുത്തത് ഹർഡിഞ്ച് ആണ്. ഹർഡിഞ്ച് ഒന്നാമൻ എന്ന് പറയുന്ന പ്രഭുവാണ്. ഹർഡിഞ്ച് ഒന്നാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹർഡിഞ്ച് ഒന്നാമന്റെ പേര് പറയണം. എന്താ പറയണ്ടേ? എന്താ ചോദ്യം? സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ ആര്? അതുപോലെ തന്നെ ലാഹോർ സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആര് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഹർഡിഞ്ച് ആണ് കേട്ടോ. ഇവരൊക്കെ കുറച്ച് നാൾ മാത്രമേ ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവി വഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര അധികം പഠിക്കാനില്ല. കുറച്ച് നാളായിട്ട് നമുക്ക് നന്നായില്ലേ. അപ്പൊ ഹർഡിഞ്ച് ഒന്നാമൻ സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചു, ലാഹോർ സന്ധി ഒപ്പുവെച്ചു. അടുത്തത് ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. ഡൽഹൌസി പ്രഭുവിനെ കുറിച്ച് കുറെ അധികം നമുക്ക് പഠിക്കാനുണ്ട്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. ഇദ്ദേഹം 1848 മുതൽ 1856 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ഇന്ത്യയില് 1856 വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ആരാണ്? ഡൽഹൌസിയാണ്. അപ്പൊ വിധവ പുനർവിവാഹ നിയമം പാസാക്കി 1856. ഓർക്ക, വിധവ പുനർവിവാഹ നിയമം 1856. അടുത്തത് സാന്താൾ കലാപം ഇന്ത്യയിൽ നടക്കുമ്പോൾ 1855-56 കാലയളവിൽ ഇന്ത്യയിൽ സാന്താൾ കലാപം എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ കലാപം നടക്കുകയാണ്. ആ കലാപം നടക്കുമ്പോൾ ഇന്ത്യയിൽ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസിയാണ്. അപ്പൊ സാന്താൾ കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഇനി 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയത് അല്ലെ. അത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, നമ്മുടെ ആദ്യത്തെ ട്രെയിൻ സർവീസ്. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വ്യക്തി ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. അപ്പൊ 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വ്യക്തിയാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് മുംബൈ മുതൽ താനെ വരെയാണ്. ക്ലിയർ ആയില്ലോ? അടുത്തത് നോക്കൂ, നമ്മള് പൊതുമരാമത്ത് വകുപ്പ് എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചു ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചു ഡൽഹൌസി. വിധവ പുനർവിവാഹ നിയമം പാസാക്കി ഡൽഹൌസി അല്ലെ. ഇനി അടുത്തത് നോക്കിയേ, ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് സംവിധാനം എന്നിവ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. 1851 ടെലഗ്രാഫ് സംവിധാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈൻ കൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ 1851 ഇന്ത്യയിലെ ആധുനിക തപാൽ സംവിധാനം 1854 തുടക്കം കുറിച്ചത് ആരാണ്? ഡൽഹൌസിയാണ്. ഇനി ഹിന്ദു പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കി. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വിധവ പുനർവിവാഹ നിയമം പാസാക്കി ഇദ്ദേഹം. കൂടാതെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ
കരട് രൂപം തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കി ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. ഇപ്പൊ ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഇനി അടുത്തത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ എന്താണ് ആ കമ്മീഷന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ചാൾസ് വുഡ് ഡെസ്പാച്ച് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ അല്ലെ. അപ്പൊ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ചാൾസ് വുഡ് ഡെസ്പാച്ച് ആണ്. അടുത്തത് വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ആരാണ്? ചാൾസ് വുഡ് ആണ്. അതുകൊണ്ടാണ് ചാൾസ് വുഡ് ഡെസ്പാച്ച് എന്നതിനെ വിളിക്കണേ. വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ചാൾസ് വുഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. 1856 ഡൽഹൌസി ഔദ് എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുകയുണ്ടായി. 1856 ഡൽഹൌസി പിടിച്ചടക്കിയ സ്ഥലമാണ് ഔദ്. ഔദ് പിടിച്ചടക്കുമ്പോൾ അവിടുത്തെ നവാബ്, അന്നത്തെ നവാബ് വാജിദ് അലി ഷാ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. നവാബ് ആരായിരുന്നു? അവിടുത്തെ ഭരണാധികാരിയാണ് നവാബ് എന്ന് വിളിക്കണേ കേട്ടോ. വാജിദ് അലി ഷാ. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആണ് ആര്? ഡൽഹൌസി. ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും അധികം എന്താ പറയുന്നത് മോഡേൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തത് അല്ലെ. ഇനി ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് എന്നിവ നിലവിൽ വന്നത്. ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് എന്നിവ നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ പേരാ പറയാ? നമ്മള് ഡൽഹൌസിയുടെ പേരാ പറയാ. അപ്പൊ 1848 മുതൽ 56 വരെയായിരുന്നു ഡൽഹൌസി. 56 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം എന്താണ് ഗവർണർ ജനറൽ മാറി ആര് വരികയാണ്? വൈസ്രോയി വരികയാണ്. അപ്പൊ ഇത്രയാണ് ഗവർണർ ജനറൽമാരെ പഠിക്കാനുള്ളത്. ഒരു ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഗവർണർ ജനറൽമാരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ എന്താ പറയാ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാട്ടോ. നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഡൽഹൌസി ഒന്നും കൂടെ പഠിക്കുക നമുക്ക്. ആധുനിക ഇന്ത്യയുടെ പിതാവാണ് ഇദ്ദേഹം. വിധവ പുനർവിവാഹ നിയമം പാസാക്കി. അതുപോലെ തന്നെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കി. സാന്താൾ കലാപം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നു. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചു. ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചു. ആധുനിക തപാൽ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചു. അതുപോലെ തന്നെ പിന്നെ അടുത്തത് എന്താ പറഞ്ഞ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ചും ഇദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് തയ്യാറാക്കിയത്. അതായത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരെന്നെയാണ്? ഡൽഹൌസിയാണ്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കി. ഫോറസ്റ്റ് ചാർട്ടർ ആക്ടും അതായത് 55 ഫോറസ്റ്റ് ചാർട്ടർ ആക്ട്, 53 ചാർട്ടർ ആക്ട് ഇതൊക്കെ പാസ്സാക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ വരുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? ഡൽഹൌസി ആയിരുന്നു കേട്ടോ. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ. ഇദ്ദേഹം ഔദ് പിടിച്ചടക്കിയപ്പോൾ വാജിദ് അലി ഷാ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അവിടുത്തെ നവാബായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമുക്ക് ഗവർണർ ജനറൽമാർ എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ളത്. അടുത്ത ദിവസം നമുക്ക് വൈസ്രോയിമാർ എന്ന ടോപ്പിക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോ ഗവർണർ ജനറൽമാരുടെ 2 ക്ലാസ് ഉണ്ട്. 2 ക്ലാസ്സും ഭംഗിയായിട്ട് നിങ്ങൾ കാണുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയണ്ടേ. അപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങളൊരു കമന്റ് രേഖപ്പെടുത്തൂ കേട്ടോ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എങ്ങനെയാണെങ്കിൽ കൂടി പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങളുടെ കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.